നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോട്ടയത്തും, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ എറണാകുളം, കടവന്ത്രയിലും പ്രാക്ടീസ് ചെയ്യുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഷുഗർ ആൻഡ് ബ്രെയിൻ. പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് ഇന്ന് ആയുസ് കൂടിയിട്ടുണ്ട്. ആരോഗ്യം കൂടി എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ആരോഗ്യം കൂടിയിട്ടില്ല, ആയുസ് കൂടിയിട്ടുണ്ട്. വിതൗട്ട് ക്വാളിറ്റി നമ്മൾ ജീവിക്കുകയാണ്. കാരണം ഒരു 60-70 ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീക്കായി, ഇരിപ്പായി, കിടപ്പായി, ആ ഒരു സ്റ്റേജിലേക്കാണ്. അതൊരു റുട്ടീനായിട്ടാണ് മലയാളി സമൂഹം എടുക്കുന്നത്. പക്ഷെ അതിന് നമുക്കൊരു മാറ്റി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഷുഗർ ആൻഡ് ബ്രെയിൻ. എങ്ങനെയാണ് അമിത ഷുഗർ, അതായത് ഗ്ലൂക്കോസ്, നമ്മുടെ ബ്രെയിനിനെ, തലച്ചോറിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബ്രെയിൻ ഡീജനറേഷൻ ആണ്. ഡീജനറേഷനിൽ ഇന്ന് എല്ലാവർക്കും അറിയാം, സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു വാക്കാണ് അൾഷൈമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ. ഇതെല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. ഓർമ്മക്കുറവ് അതായിട്ട് തുടങ്ങി പിന്നെ നമ്മൾ ഒരു വളരെ ബുദ്ധിമുട്ടിയുള്ളൊരു ജീവിതം. അത് അവർക്ക് മാത്രമല്ല, എല്ലാവരെയും ബാധിക്കുന്ന ഒരു രോഗമായിട്ട് അത് മാറുകയാണ്. ഇത് വളരെയധികം ആളുകൾക്ക്, ഇത് വിദേശ രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ്. ഒരു 60-70 ആകുമ്പോഴത്തേന് തന്നെ പലർക്കും തുടങ്ങും. അവരെത്ര കഴിച്ചെന്ന് അറിയില്ല, ഫുഡ് ആവശ്യമില്ലാതെ കഴിക്കുന്നു, അമിതമായിട്ട് വെയിറ്റ് വെക്കുന്നു, ഓർമ്മശക്തി നശിക്കുന്നു, എല്ലാ ഫാക്കൽറ്റീസും അവർക്ക് പോകുന്നു. അപ്പൊ അതിനെ പറ്റിയാണ്, അതിലേക്ക് നയിക്കുന്ന ചില പ്രധാന ഘടകങ്ങളും അവയെ എങ്ങനെ നമുക്ക് തടയാം, നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ അതിനുള്ള ഒരു സാധ്യത നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ വീഡിയോയുടെ വിഷയം. 2 തരത്തിലാണ് നമ്മുടെ ബ്രെയിനിനെ ഈ ഡീജനറേഷൻ ബാധിക്കുന്നത്. ഒന്ന്, ചില ടോക്സിസിറ്റി, അതായത് ചില വിഷാംശങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ കൂടെയും ഭക്ഷണത്തിൻ്റെ എൻ പ്രോഡക്റ്റിൽ കൂടെ ഉണ്ടാകുന്ന ചില ടോക്സിൻസ്, പിന്നെ ചില കുറവുകൾ, അത് കൂടുതലും വൈറ്റമിൻസ് ആകാം, അതുപോലെ തന്നെ ചില ന്യൂട്രിയൻസ് ആകാം. അത് ഡെഫിഷ്യൻസിയും ഒന്ന് ടോക്സിറ്റിയുമാണ്. എന്താണ് ആക്ച്വലി ഈ അൽഷൈമേഴ്സിൽ അല്ലെങ്കിൽ ഡിമെൻഷ്യയിൽ സംഭവിക്കുന്നത്? 2 പാത്തോളജിക്കൽ പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ന്യൂറോൺസ് എന്ന് പറയുന്ന തലച്ചോറിലെ കോശങ്ങൾ റെഗുലർ ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അത് ഉണ്ടാക്കുന്നത്. ഇലക്ട്രിസിറ്റിയാണ് അവിടെ പ്രൊഡ്യൂസ്. അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ EEG എന്ന് പറയുന്നത്. ഹാർട്ടിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനെ ECG എന്ന് പറയും. ഇതാണ് എപ്പിലെപ്സി പേഷ്യൻസിൽ നിങ്ങൾ ചിലർ കണ്ടു കാണും, EEG റെക്കോർഡിംഗ് എന്ന് പറയും. അതിന്റെ വേവിന്റെ പാറ്റേൺ അനുസരിച്ച് അവർക്ക് രോഗമുണ്ടോ, ഉണ്ടെങ്കിൽ ട്യൂമർ ആണോ, അതോ വെറും സിംറ്റമാറ്റിക് എപ്പിലെപ്സി ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറുപ്പം മുതൽ മരണം വരെ ഞാൻ സംസാരിക്കുന്നു, അതൊരു ഇലക്ട്രിക്കൽ എനർജി അതിൻ്റെ സ്പീച്ച് സെൻറ്ററിൽ നിന്ന് എൻ്റെ ബ്രെയിനിൽ വന്നിട്ടാണ് കൈ അനക്കുന്നത്, എൻ്റെ നാവ് ചലിക്കുന്നത്. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെടാണ്. എത്രയോ വലിയൊരു ഇലക്ട്രിക്കൽ സ്റ്റോർ ഹൗസ് ആണ് നമ്മുടെ ബ്രെയിൻ. അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്കറിയില്ല. മദ്യം കഴിച്ചും മറ്റുള്ള ആവശ്യമില്ലാത്ത ഫുഡ് കഴിച്ചും തെറ്റായ ജീവിത രീതി കൂടെയും, അല്ലെങ്കിൽ ഇന്ന് സ്മോക്കിങ്ങിൽ കൂടെയും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലഹരി മരുന്നുകൾ കൂടി എല്ലാം നമ്മൾ ഇതിനെ നശിപ്പിക്കുകയാണ്. ഇത്രയും നല്ല ഒരു സൃഷ്ടിയെ എങ്ങനെ നശിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാവരുടെയും ഗവേഷണം. അതിലേക്ക് 2 തരം പത്തോളജി ഞാൻ പറഞ്ഞു. ഒന്ന്, ബീറ്റ അമൈലോയിഡ് പ്ലാക്സ് എന്ന് പറയും. അതായത് മനസ്സിലാക്കുക, ഇത് കോശങ്ങളുടെ അകത്തല്ല, കോശങ്ങളുടെ പുറത്ത് നമ്മുടെ ചില ഒരു കട്ടിയുള്ള ചില മുഖക്കുരു പോലത്തെ ചെറിയ അംശങ്ങൾ അവിടെ ഉണ്ടാകുന്നതിനെയാണ് ബീറ്റ അമൈലോയിഡ് പ്ലാക്സ് എന്ന് പറയുന്നത്. അത് കോശങ്ങളുടെ പുറത്താണ്. ഈ ന്യൂറോൺസിന്റെ അകത്തുണ്ടാകുന്ന ചില പത്തോളജിക്കൽ ലീഷൻസ് ആണ് ന്യൂറോഫിബ്രില്ലർ ടാങ്കിൾസ് എന്ന് പറയും. അത്രയും മനസ്സിലാക്കിയാൽ മതി. അത് വരുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ സർക്കുലേഷനെ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ള ഡിസ്ചാർജിനെ അത് ബാധിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഓർമ്മശക്തിയും മറ്റുള്ള കാര്യങ്ങളും, നമുക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഇൻപുട്ട് കറക്റ്റായിട്ട് വരികയില്ല. ഇതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ പുറത്തു നിന്നുള്ള കാരണങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 കാരണങ്ങൾ ഈ ഡീജനറേഷൻ അല്ലെങ്കിൽ ഈ അൽഷൈമേഴ്സിന് കാണാറുണ്ട്. ഒന്ന്, ജനറ്റിക്, പാരമ്പര്യ ഘടനയിൽ ചെറിയൊരു ഭാഗം ഇതിനുണ്ട്. ഇതിനുള്ളൊരു ജീൻസിനെ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ApoE4 എന്നാണ് ഇതിന് പറയുന്നത്. 25% സാധാരണ വ്യക്തികളിൽ ഇതുണ്ട്. ഇതുള്ളവരിൽ ഈ ഭാവിയിൽ ഈ രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് ചില ടെക്നിക്കൽ കൂടി നമുക്ക് നമ്മുടെ ഉമിനീരോ അല്ലെങ്കിൽ വായിലെ
അല്പം തൊലിയോ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ApoE4 ജീൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരാനുള്ള സാധ്യത ചെറുപ്പത്തിലെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ലൈഫ് സ്റ്റൈലാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതചര്യകൾ, നമ്മൾ എങ്ങനെ ഒരു ദിവസം ജീവിക്കുന്നു, അല്ലെങ്കിൽ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, മതിയായ വ്യായാമമുണ്ടോ, അമിത വ്യായാമമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്, കറക്റ്റുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ, കറക്റ്റ് വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, പിന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ സന്തോഷപരമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖകരമായിട്ട് ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ വരുന്നതാണ്. പിന്നെ ഇൻഫ്ലമേഷൻ, അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലും തീരെയില്ല. ഇന്ന് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ തൊലിപ്പുറത്ത് ഒരു ചെറിയ ഒരു മെറ്റൽ ഇട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ റെഡ്നെസ് വരും. ഇതിനെയാണ് ഇൻഫ്ലമേഷൻ. അത് ആന്തരികമായിട്ടും ഉണ്ടാകാം, ബാഹ്യമായിട്ടും ഉണ്ടാകാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഫീൽഡ് അലർജി ഇമ്മ്യൂണോളജിയാണ്. അതായത് ആസ്മ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഈ ഇൻഫ്ലമേഷൻ. അതുപോലെ ബ്രെയിനിനകത്തും ഈ രോഗം വരുന്നതിനും ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ടലുകൾ, അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നീട് സ്ട്രെസ്സാണ്. പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ് നമ്മളെല്ലാവരും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാന്ന് പറയും. പക്ഷെ എന്താണ് അവിടെ ആന്തരികമായിട്ട് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ടാകേണ്ട ചില ഹോർമോൺസ് അമിതമായിട്ട് ഉണ്ടാകുന്നു സ്ട്രെസ് വരുമ്പോൾ. ഉദാഹരണത്തിന് കോർട്ടിസോൾ. നമുക്കൊരു പേടി അല്ലെങ്കിൽ ഭയം വന്നു ഭയങ്കരമായിട്ട് നമുക്ക് ചില സ്ട്രെസ് ഹോർമോൺസ്, അതിൽ പ്രധാനം കോർട്ടിസോളാണ്, അഡ്രിനലാണ്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ബോഡിക്ക് ചെയ്യുന്നത്. ഇത് സ്ഥിരമായിട്ട് സ്ട്രെസ് വരുമ്പോൾ ഈ കോർട്ടിസോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോർട്ടിസോൺ അമിതമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഫലം? നമ്മുടെ പ്രതിരോധ ശക്തി ഉള്ളതുകൂടെ പോകും. നിങ്ങൾക്കറിയാം, ഇന്ന് ആസ്മ രോഗികൾക്ക് സാധാരണ ട്രീറ്റ്മെന്റ് അലോപ്പതി വൈദ്യശാസ്ത്രം എന്താണ് കൊടുക്കുന്നത്? ഈ കോർട്ടിസോൺ ഇൻഹേലേഴ്സ് ആണ്. എല്ലാവരും കൊച്ചു കുട്ടികൾക്ക് വരെ അതാ കൊടുക്കുന്നത്. ഇവർ പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്, ഇത് നമ്മൾ ഇൻഹേലറായിട്ട് എടുത്താൽ പോലും ഇതിന് സിസ്റ്റമിക് എഫക്റ്റ്, അതായത് ബോഡിയുടെ ടോട്ടലായിട്ടുള്ള എഫക്റ്റ് കൂടുതലായിട്ട് അതെല്ലാം വ്യക്തിപരമാണ്. ഓരോ വ്യക്തികളിൽ ഇതിനെല്ലാം ഇഫക്റ്റ് വ്യത്യസ്തമാണ്. അങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ ഇഞ്ചുറീസ്, ഇപ്പം തലയ്ക്ക് വലിയ പരിക്ക് പറ്റിയവർ, ഒരു ആക്സിഡന്റ്, ഹെഡ് ഇഞ്ചുറി വന്നവർക്ക്, അവർക്ക് ഇതിലേക്ക് ഈ ഡീജനറേഷനിലേക്ക് പിന്നീട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഏജ്, എല്ലാവർക്കും അറിയാം, ഒരു 60 അല്ലെങ്കിൽ 50, 60 അല്ലെങ്കിൽ 60, ഈ ഏജിലൊക്കെയാണ് ഇന്ന് കൂടുതലായിട്ട് ഇതിന് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഏജ് കൂടുന്തോറും വരാൻ സാധ്യതയുണ്ടെന്നുള്ളൂ, നമുക്ക് വരണം നിർബന്ധമില്ല. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ലൈഫ് സ്റ്റൈലും കറക്റ്റ് ന്യൂട്രിയൻസും കറക്റ്റ് ഫുഡും കറക്റ്റ് എക്സസൈസും, പ്രത്യേകിച്ച് യോഗ, മെഡിറ്റേഷനും ഒക്കെ ഇതിന് വളരെ എഫക്റ്റീവ് ടെക്നിക്സാണ് പ്രിവെന്റ് ചെയ്യുന്നതിൽ. അതുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വലിയ അളവ് വരെ തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ്, കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. അതായത് പിന്നെ ഡയബറ്റീസ് വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഇൻസുലിൻ ഉണ്ട്, അത് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പലരും മനസ്സിലാക്കാത്തൊരു വലിയ വിഷയമാണ്. എല്ലാവരും പറയും എനിക്ക് ബോർഡർ ലൈൻ ഡയബറ്റീസ്, പക്ഷെ അതിന് മുമ്പായിട്ടുണ്ടാകുന്നതാണ്. അതായത് ഇൻസുലിൻ്റെ ജോലി എന്താ? നമ്മളൊരു കോശത്തെ ഒരു വീടിൻ്റെ ഒരു മുറിയായിട്ട് സങ്കല്പിക്കുക. അതിൻ്റെ കതക് തുറന്നു കൊടുക്കുന്ന ജോലിയാണ് ഇൻസുലിനുള്ളത്. അതിൻ്റെ കഥ തുറന്നാൽ ഗ്ലൂക്കോസ് അകത്തോട്ട് കയറും, ഗ്ലൂക്കോസ് അവിടെ പ്രവർത്തിക്കും, നമുക്ക് എനർജി ഉണ്ടാവും. പക്ഷേ ഈ കഥക് അടഞ്ഞു കിടക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ആ അടഞ്ഞു കിടക്കുന്ന സ്റ്റേജ് ഉണ്ടാകുന്നതിന് കണ്ടീഷനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമ്മൾ ഓവർകം ചെയ്തെങ്കിലേ ഡയബറ്റീസിന്റെ സ്ഥിതി മാറ്റും. അവിടെ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ എൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു സവിശേഷമായ ബെനിഫിറ്റ്. നിങ്ങൾക്ക് എയർലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇതുവരെ ഇത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതി കണ്ടില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് മിനിമം 18 മണിക്കൂർ നമ്മളെ ബോഡിയെ ഫാസ്റ്റിംഗ് വിൻഡോയിലേക്ക് കൊണ്ടുപോവുക. 8 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് അതിനകത്ത് നമ്മൾ 1-2 ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും കൂടുതലും അതിനകത്താണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ കൃത്യമായിട്ട് 2 വർഷമായിട്ട് അതിൽ കൂടെയാണ്. എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ ഉന്മേഷത്തിലും എൻ്റെ എല്ലാ ഫാക്കൽറ്റിയിലും എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്നുള്ള, എൻ്റെ ചികിത്സയിലുള്ള എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള ഒരു 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെപ്പറ്റിയും വളരെ വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത വിഷയം, എങ്ങനെയാണ് ഈ ഷുഗർ, ഞാൻ പറഞ്ഞു ഷുഗർ ആൻഡ് ബ്രെയിൻ ആണ് നമ്മളെ ഹെഡിങ്. എങ്ങനെയാണ് ഈ ഷുഗർ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ച് ഈ ഡീജനറേഷൻ ഉണ്ടാക്കുന്ന എന്നുള്ള വിഷയം.
അതാണ് ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.